ഒരു ഇമാമിന്റെ അഭിപ്രായം. قال أبو موسى رحمه الله പറയുന്നു وقال الفقهاء المتبحرون الخراسانيون ഖുറാസാൻ ദേശക്കാരായ അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമകളായ ഫുഖഹാക്കൾ പറയുന്നു അൽ മുസ്തഹബ്ബു ഫീ സിയാറത്തിൽ ഖുബൂരി ഖബർ സിയാറത്തിൽ മുസ്തഹബ്ബായ രീതി അൻ യഖിഫ മുസ്തദ്ബിറൽ ഖിബ്ലതി മുസ്തഖ്ബിലൻ വജ്ഹൽ മയ്യിതി. ഇത് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഖുറാസാനിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നു, നീ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഖബറിൻ മയ്യത്തിന്റെ മുഖം ഭാഗത്തേക്ക് പോയി തിരിഞ്ഞു നിൽക്കുക, പിൻഭാഗത്ത് ഖിബ്ലയുമാകും. സല്ലിമു സലാം ചൊല്ലണം. വലാ യംസഹുൽ ഖബ്റ മസഹ യംസഹു, തടവരുത്. ശൈഖ് അവർ എങ്ങനെ തടവാൻ പാടില്ല. വലാ യുഖബ്ബിലുഹു മുത്തല്ല വലാ യമസ്സുഹു, നീ സ്പർശിക്കുകയും അരുത്. എന്താ അങ്ങനൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോ എന്താ കുഴപ്പമല്ലോ ഉണ്ടോ? ഒരു കുഴപ്പമില്ല. അടുത്തൊന്ന് നോക്കിക്കോ. ഫഇന്ന ദാലിക ആദത്തുൻ നസാറ. ആരുടെ ജോലിയാത്? ആരുടെ ജോലി? പറയും സുഹൃത്തുക്കളെ, നസ്രാണികൾ. ഞാൻ പറയല്ല. ഫഇന്ന ദാലിക ആദത്തുൻ നസാറ. നബി തങ്ങൾ പറയുന്നു വമാ ദകറൂഹു സഹീഹുൻ, ഇവർ ഈ പറഞ്ഞതൊക്കെ സഹീഹാണ്. ലിഅന്നഹു ഖദ് സഹഹ അൻ-നഹി അൻ തഅദീമിൽ ഖുബൂർ, ഇങ്ങനെയൊക്കെ ഈ ഖബറിനെ ആദരിക്കുക എന്നുള്ളത് നിരോധിച്ചുകൊണ്ട് ധാരാളം സഹീഹായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇനി ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവർ, അദ്ദേഹത്തിന്റെ ക്ലിപ്പ് വരെ അദ്ദേഹം പറയും ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒക്കെ വരും. ഇൻഷാ അല്ലാഹ് അന്നേരം കാണാമല്ലോ. ഗസാലി ഇമാമിന്റെ അഭിപ്രായം വല്ലതും ആണോ കാസിമി പറഞ്ഞത്? അതെ. അതുകൊണ്ടാണ് ആദ്യം അതൊക്കെ അങ്ങോട്ട് നിരത്തുന്നത്, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. ഇവിടെ കുറച്ചൊക്കെ ഇരിക്കുമല്ലോ അല്ലേ? നാളെ വേറെയാണ്. അതുകൊണ്ട് ഇന്നത്തെ എനിക്കുള്ള ഡ്യൂട്ടി ഞങ്ങൾ തീർച്ചയായും ഇൻഷാ അല്ലാഹ്. എടുത്തോ. ഇത്തിഹാഫ്, ഇഹ്യാ ഉലൂമുദ്ദീന്റെ ശറഹാണ് ഇത്തിഹാഫ്. അംഗീകൃത ഗ്രന്ഥമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. 10-ാം വാള്യം 364 365 പേജ് കണ്ട. ആ വരയിട്ട ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ അതാ വായിക്കാൻ പോണു. വൽ മുസ്തഹബ്ബു ഫീ സിയാറത്തിൽ ഖുബൂരി. ഇവിടെ നിന്ന് മനസ്സിലാക്കി, ഇത് ഇഹ്യാ, ഇത് ഇത്തിഹാഫ് ശറഹ്. അല്ല, അദ്ദേഹം വേറെ വായിച്ചത് വേറെ, കിതാബിലുള്ളത് വേറെ പറയണ്ട. ഇത് ഇഹ്യാ ആണ് ഞാൻ വായിക്കാൻ പോണത്. അതിന്റെ ശറഹ് ഇവിടെ വരുന്നുണ്ട്, അത് ഞാൻ വായിക്കും. വൽ മുസ്തഹബ്ബു ഫീ സിയാറത്തിൽ ഖുബൂരി, സിയാറത്തിൽ ഖബറിൽ മുസ്തഹബ്ബായ രീതി അൻ യഖിഫ മുസ്തദ്ബിറൽ ഖിബ്ലതി, ഖിബ്ലയ്ക്ക് എതിരായിട്ട് നിൽക്കുക. മുസ്തഖ്ബിലൻ ബിവജ്ഹിൽ മയ്യിത, തന്റെ മുഖത്തെ മയ്യത്തിന്റെ നേർക്ക് നിർത്തുക. അതെന്താ രണ്ട് കട്ടായിട്ട് കാണുന്നു? അങ്ങനെ തന്നെ. അതിന്റെ സൈഡ് മാറി, ഞാൻ ശ്രദ്ധിക്കണമല്ലോ. ശേഷം സലാം പറയണം. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അതുകൂടെ ഒന്ന് പഠിച്ചു അടക്കി. വലാ യംസഹുൽ ഖബ്റ വലാ യമസ്സുഹു, ഖബറിൽ അവൻ മസഹ് ചെയ്യരുത്, തടവരുത്, തൊടരുത്. ഇനി ആ ശറഹൊന്ന് നോക്കിക്കോണേ. എന്താ? വഅല്ലാ യംസഹൽ ഖബ്റ വലാ യമസ്സുഹു ബിയദിഹി ഔ സൗബിഹി, അവന്റെ കൈ കൊണ്ടും വസ്ത്രം കൊണ്ടും, ഇത്തിരി വസ്ത്രത്തിൽ ഇത്തിരി കിട്ടിക്കോട്ടെ നോർത്തിട്ട്. അതാണ് ഇത്തിഹാമിന്റെ ശറഹ്. ബിയദിഹി ഔ സൗബിഹി, വസ്ത്രം കൊണ്ടും കൈ കൊണ്ടും മസഹ് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. വലാ യുഖബ്ബിലുഹു, അവൻ ഉമ്മ വെക്കരുത്, ചുംബിക്കരുത്. ശറഹ് നോക്കിക്കോ. ബിഫമിഹി, വായ് കൊണ്ട് ചുംബിക്കരുത്. ഉണ്ടോ? ബിഫമിഹി താഴെ ഏറ്റവും ലാസ്റ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. ബിഫമിഹി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു, എന്താ ഇങ്ങനെ ചെയ്ത? ഇപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്തു പറഞ്ഞപ്പോ എന്താ കുഴപ്പം? അത് ഇമാം ഗസാലി തങ്ങൾ തന്നെ പറയട്ടെ. ഫഇന്ന ദാലിക മിൻ ആദത്തിൻ നസാറ. ആരുടെ സ്വഭാവം? നസ്രാണികളുടെ സ്വഭാവം. ആര് പറഞ്ഞു? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി. 10 മഹാന്മാരുടെ പേരെങ്കിലും പഠിക്കും. ഇതൊന്നും മനസ്സിലാകാത്ത ഇപ്പൊ നമുക്ക് മൊത്തം ആകെ താളം തെറ്റി കിടക്കണം. സ്പെയർ പാർട്സ് ഒക്കെ പോയി കിടക്കുകയാണ്. നീ എല്ലാം പുതുക്കണം.
മൊത്തത്തിൽ പീസായി. ഒന്നും മനസ്സിലാക്കുക, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശേഷം എന്താ വരുന്നത്? ഇത്തിഹാഫിന്റെ ശാരിഹ്, ഇതിന്റെ മുസന്നിഫ് അദ്ദേഹം തൊട്ടടുത്ത് ആ ബ്രാക്കറ്റിന് ശേഷം നിങ്ങളൊന്ന് നോക്കണേ. വഖദാ അസ്സുജൂദു അലൈഹി ഔ ഇലൈഹി, ഖബറിലേക്ക് സുജൂദ് ചെയ്യലും ഖബറിന്റെ മേൽ സുജൂദ് ചെയ്യലും നസ്രാനികളുടെ കുല്ലു ദാലിക ബിദ്അത്തുൻ മുൻകറത്തുൻ, തള്ളപ്പെടേണ്ട ബിദ്അത്താണിത്, വെറുക്കപ്പെടേണ്ട ബിദ്അത്താണിത്. കുല്ലു ദാലിക ബിദ്അത്തുൻ മുൻകറത്തുൻ ഇന്നമാ യഫ്അലുഹൽ ജുഹാൽ, ഇത് ചെയ്യുന്നത് ആര്? പരമവിഡ്ഢികളാണ് ഇത് ചെയ്യുന്നത്, പരമവിഡ്ഢികളാണ് ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു പോയതിന്റെ പേരിൽ ഞാൻ നരകത്തിന്റെ സീറ്റ് ഉറപ്പാക്കി വാങ്ങണോ? സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പോയി സുജൂദ് ചെയ്ത് മഹാന്മാരായ ഇമാമീങ്ങൾ പഠിപ്പിച്ചു തന്ന വാക്കുകളും വചനങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ കരുതി അവർക്ക് മാത്രമേ ഹിയ മനസ്സിലാവുള്ളൂ, ഇത്തിഹാഫ് മനസ്സിലാവുള്ളൂ, നമുക്കിതൊന്നും മനസ്സിലാവൂല, അവർക്ക് ഇത്തിരി ഖുർആൻ മാത്രമേ അറിയുള്ളൂ എന്ന് കരുതി. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, തെറ്റുപറ്റിപ്പോയി. നമ്മളൊരു വാദത്തിനോ പ്രതിവാദത്തിനോ ഇതിനൊന്നും നമുക്ക് വേണ്ടാന്ന് കരുതിയിട്ടാണ്. പക്ഷേ സമുദായം അടങ്ങുന്നില്ല. ഉസ്താദെ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഉസ്താദെ. എന്നോട് സ്നേഹവും താല്പര്യവും എന്നോട് എല്ലാ നിലയ്ക്കും ആദരവും പുലർത്തുന്ന എന്റെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട ചിന്നക്കട ജമാഅത്തിലെ അംഗങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ ഞങ്ങളെയൊക്കെ മുശ്രിക്കുകളും കാഫിര്യങ്ങളും ആക്കിപ്പോയി എന്ന് സ്ഥിരമായി ദിനംതോറും എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം പൊട്ടിപ്പോയി. അപ്പൊ ഈ നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കണമല്ലോ, ഒന്ന് പറയണമല്ലോ, പഠിക്കണമല്ലോ, ഇതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ. അങ്ങനെയാണ് ഇതിനു വേണ്ടി ഞാൻ തയ്യാറായത്. അല്ല, നമുക്ക് ഇവിടെ ഒന്ന് വാദപ്രതിവാദം നടത്തേണ്ട കാര്യമൊന്നും എന്റെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ പറയുമ്പം ഉഷാറായിട്ട് തന്നെ പറഞ്ഞങ്ങോട്ട് പോകാം. എന്തായാലും ഞാൻ ഓതിയ ആയത്തടക്കം അത് മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയതാണോ, മുനാഫിക്കീങ്ങൾക്ക് ഇറങ്ങിയതാണോ, മുഅ്മിനീങ്ങൾക്ക് ഇറങ്ങിയതാണോ, എല്ലാം ഇൻഷാ അല്ലാഹ് പറയാൻ പോകും. കേട്ടോളി, എല്ലാം സ്വസ്ഥമായിട്ട്. ഈ ഖബറിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, നോട്ടീസ് വായിച്ചു, നോട്ടീസ് കിട്ടി. പാവം, ജീവിതത്തിൽ ഞാൻ പറയാത്ത കാര്യം നോട്ടീസ് കണ്ടു. ബഹുമാനപ്പെട്ട ജോനകപ്പുറം തങ്ങളുപ്പുപ്പായെ അലൈഹി റഹ്മ, അദ്ദേഹത്തെയും ഗുരുവായൂരപ്പനെയും കൂടെ ഞാൻ യോജിപ്പിച്ചെന്ന്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതിനുവേണ്ടി വല്ലാഹി ഈ ഒരു മഹാനവറുകളെ അനാദരിച്ചുകൊണ്ട് കൂട്ടുനിന്നവനാണ് ആരാണോ അവനത് മനസ്സിലാക്കിക്കൊള്ളട്ടെ. അവനാണ് ആ മഹാന്മാരെ അനാദരവ് കാട്ടിയത്. ഈ വിനീതന്റെ പ്രഭാഷണം റമദാനിലെ എല്ലാ കാസറ്റുകളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കാസറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ആ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് കേൾപ്പിക്കാമോ? നിങ്ങൾ പറയുന്ന ജോലി ഈ അബൂബക്കർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ജോനകപ്പുറം തങ്ങളെയും ഗുരുവായൂരപ്പനെയും ഒരേ ഇനത്തിൽ പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു എന്ന് നോട്ടീസ് കണ്ടു. അസ്തഗ്ഫിറുല്ലാഹ്. പറയാൻ തന്നെ ഈ ഖൗമിന് അങ്ങനെ തോന്നുന്നു. സുഹൃത്തുക്കളെ, ഒരു മഹാനവറുകളെ ഒരു ഗുരുവായൂരപ്പനുമായിട്ട് യോജിപ്പിച്ച് പറയാൻ തന്നെ അങ്ങനെ തോന്നുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണോ? തഫ്സീറിലോട്ട് പോവാം, കണ്ടോളി ഇൻഷാ അല്ലാഹ്. മതിയല്ലോ തൽക്കാലം. സിയാറത്ത്, ഖബർ സിയാറത്തിന്റെ മര്യാദകളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു അക്ബർ. അൽ മജ്മൂ' ചെയ്യുന്ന വിഷയം ഒന്ന് കാണിച്ചു. അൽ മജ്മൂ', കിതാബുൽ മജ്മൂ', 476 പേജ്, 4-ാം വാള്യം, 476 പേജ്. ഇതൊക്കെ പേജൊക്കെ അവിടെ തന്നെ കാണും. പേജൊക്കെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇനി അങ്ങനെ വേറെ പേപ്പറെല്ലാം ഒട്ടിച്ചു വെച്ചെന്ന് പറഞ്ഞാലോ. അപ്പൊ നമുക്ക് അവിടെ ആ അണ്ടർലൈൻ ചെയ്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. യുക്റഹു ഹനിയുൽ ലഹരി ഫീ കുല്ലി ഹാലിൻ ലികുല്ലി അഹദിൻ. സുജൂദ് എങ്ങനെയാണ് ഇനി ആദരവ്, അടുത്ത ആദരവിനെ കുറിച്ച് പറയാൻ പോവാ. ചിലൊക്കെ ഇങ്ങനെ കുനിയ, നീ കുനിഞ്ഞിട്ടുള്ള സുജൂദ് ആദരവിന്റെ പേരിൽ ഞങ്ങൾ കുനിയുക. അതിനെന്താണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്? ഇമാം നവവി തങ്ങൾ റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താണ്? യുക്റഹു, അനബലശനീയമാക്കപ്പെടും, മക്റൂഹാക്കപ്പെടും. ഹനിയുൽ ലഹരി ഫീ കുല്ലി ഹാലിൻ ലികുല്ലി അഹദിൻ. എല്ലാ സമയത്തും ആരുടെയും മുന്നിൽ ആർക്കും എപ്പോഴും മുതുകു വളയ്ക്കൽ അത് അനബലശനീയമാണ്. ലഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അസ്സാബിഖി ഫിൽ മസ്അലത്തുൽ ഊലാ, അത് മുകളിൽ എങ്ങനെ കഴിഞ്ഞു പോയി എങ്കിൽ ഞാനൊന്ന് വായിക്കാം. അത് താക്കാൻ പറ്റുമോ മോനെ? കുറച്ചൊന്ന് താക്കാൻ മോൾ. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. കാണാം. കാല റജുലുൻ, കണ്ട കാല റജുലുൻ, ബ്രാക്കറ്റിനകത്ത് തന്നെ കാല റജുലുൻ. ഒരാൾ ചോദിച്ചു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാല റജുലു യാ റസൂലല്ലാഹ്